വാർത്തകൾ തുടരുന്നു. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ. സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഏകാധിപത്യപരമായ അധികാരം സർക്കാരിന് നൽകുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ. നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. പരിഷ്കാരം പല സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. ബില്ലിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ബില്ലിൽ പുനരാലോചന വേണമെന്നും ക്ലീമീസ് കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷനായിട്ടുള്ള കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയും രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെയാണ് ഈ ഒരു നിയമ ഭേദഗതിക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഏകാധിപത്യപരമായ അധികാരം സർക്കാരിന് നൽകുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് അദ്ദേഹവും ആരോപിക്കുന്നത്. നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പരിഷ്കാരം പല സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തെ ബാധിക്കാനും ഒരു സാധ്യതയുണ്ട്. എന്തായാലും ബില്ലിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ബില്ലിലെ പുനരാലോചന വേണമെന്നും ക്ലീമീസ് കാത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നിയമ ഭേദഗതിയിലാണ് ഇപ്പോൾ വലിയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിക്കെതിരെയാണ് ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷനായിട്ടുള്ള കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാവ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ഏകാധിപത്യപരമായ അധികാരം സർക്കാരിന് നൽകുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്നും നിയമം ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പരിഷ്കാരം പല സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ബില്ലിൽ ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയൊരു ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് പുനരാലോചന വേണമെന്നാണ് ക്ലീമീസ് കത്തോലിക്ക ബാവ ആവശ്യപ്പെടുന്നത്.